നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ നഗരത്തിലൂടെ അപകടകരമായ രീതിയിൽ സ്കേറ്റിംഗ് ചെയ്ത യുവാവ് പിടിയിൽ. മുംബൈ സ്വദേശി സുബ്രത മണ്ഡലാണ് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. കോൺക്രീറ്റ് തൊഴിലാളിയാണ് സുബ്രത. സ്വരാജ് റൌണ്ടിലൂടെ വീണ്ടും സ്കേറ്റിംഗ് ചെയ്യുന്നതിനിടെയാണ് പ്രതി പിടിയിലായത്. വാൽപ്പാറയിൽ കാട്ടാൻ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തൊഴിലാളി മരിച്ചു. വാൽപ്പാറ ഗജമുടി എസ്റ്റേറ്റിലെ തൊഴിലാളി 62 വയസ്സുള്ള ചന്ദ്രനാണ് മരിച്ചത്. ചന്ദ്രൻ ഉൾപ്പെടെ 4 പേർക്ക് കാട്ടാൻ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. അതിരപ്പള്ളി വെറ്റിലപ്പാറയിലും ചിക്ലായിലും വീട്ടുപറമ്പുകളിലും എണ്ണപ്പനത്തോട്ടത്തിലും കാട്ടാന കൂട്ടമിറങ്ങി. ഏറെ നേരം കാട്ടാനകൾ പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്നു. തുടർച്ചയായി 4ാം ദിവസമാണ് ആനകൾ ഇറങ്ങുന്നത്. ജില്ലാ പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി നടത്തുന്ന സ്പെഷ്യൽ ഡ്രൈവിന് ജില്ലയിൽ തുടക്കമായി. മദ്യപിച്ച വാഹനമോടിക്കൽ, അമിത വേഗം എന്നിവയായിരിക്കും പരിശോധനയിൽ നടപടിയെടുക്കുക. കേരളത്തിലെ ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നത് ഡിസംബർ, ജനുവരി മാസങ്ങളിലാണെന്ന് സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ. 2023 ജനുവരിയിലുണ്ടായ 4474 വാഹനാപകടങ്ങളിൽ 408 പേർക്ക് ജീവൻ നഷ്ടമായി. കഴിഞ്ഞ ഡിസംബറിൽ 4171 വാഹനാപകടങ്ങളിൽ 392 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. വരാക്കര കപ്പേളയ്ക്ക് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ദമ്പതിമാരായ ഡോക്ടർമാർ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. വരന്തരപ്പള്ളിയിൽ ഹോമിയോ ക്ലിനിക് നടത്തുന്ന ചുങ്കം സ്വദേശികളായ ഡോക്ടർ വിനീത് കുമാർ, ഡോക്ടർ പ്രീത, ബൈക്ക് യാത്രക്കാരനായ പള്ളിക്കുന്ന് സ്വദേശി കല്ലേരി വീട്ടിൽ അലൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. മാളയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യയെ കുത്തിയ ശേഷം ഭർത്താവ് കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. മാള കരിങ്ങാച്ചിറ നമ്പൂരി മഠത്തിൽ വീട്ടിൽ റമീസയെയാണ് ഭർത്താവ് നൌഷാദ് കുത്തിയത്. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം അന്തരിച്ച കോൺഗ്രസ് നേതാവ് സോണിയ ഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന PP മാധവന്റെ സംസ്കാരം തൈക്കാട്ടുശ്ശേരിയിലെ വസതിയിൽ നടന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC പ്രസിഡന്റ് K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, VM സുധീരൻ, റവന്യൂ മന്ത്രി K രാജൻ തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കരുവന്നൂർ സൌത്ത് ബണ്ട് റോഡിന്റെ പുനർനിർമ്മാണ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. സംസ്ഥാന ബജറ്റിൽ നിന്നും 1 കോടി രൂപയാണ് റോഡ് നിർമ്മാണത്തിനായി അനുവദിച്ചിട്ടുള്ളത്. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSEB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. DCC ജനറൽ സെക്രട്ടറി E വേണുഗോപാല മേനോൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ പാലിയം തുരുത്ത് VDUP സ്കൂളിൽ കാർഷിക വിളവെടുപ്പ് ഉത്സവം നടന്നു. DYSP VK രാജു ഉദ്ഘാടനം ചെയ്തു. മുകുന്ദപുരം താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് ഇരിങ്ങാലക്കുട രാജീവ് ഗാന്ധി മുനിസിപ്പൽ ടൌൺഹാളിൽ നടന്നു. ഓൺലൈനായി 118 പരാതികളും നേരിട്ട് 267 പരാതികളും ലഭിച്ചു. 22 പേർക്ക് പുതിയ റേഷൻ കാർഡുകളും 15 പേർക്ക് ദേവസ്വം പട്ടയവും വിതരണം ചെയ്തു. ശ്രീനാരായണപുരം പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന വാഴക്കന്ന് വിതരണം നടന്നു. ET ടൈസൺ MLA വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. മുണ്ടൂർ പരിശുദ്ധ കർമ്മല മാതാപള്ളിയിൽ വിശ്വാസ വിളംബര റാലി സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ മേയർ MK വർഗീസ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. പാർലിക്കാട് പരമ തത്വ സമീക്ഷാ സത്രം ശ്രീമദ് ഭാഗവത തത്വ സമീക്ഷാ സത്രവേദിയിൽ സ്ഥാപിക്കാനായുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും എത്തിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഭദ്രദീപം തെളിയിച്ചു. തൃശൂർ ശങ്കരം കുളങ്ങര അയ്യപ്പ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പൂങ്കുന്നം ദേശവിളക്ക് മഹോത്സവം നടന്നു. ശങ്കരം കുളങ്ങര ക്ഷേത്ര നടയിൽ നിന്നും ഗജവീരന്മാരുടെ അകമ്പടിയോടെ ആരംഭിച്ച എഴുന്നള്ളിപ്പ് ശിവക്ഷേത്ര മൈതാനിയിൽ എത്തിച്ചേർന്നു. ഭാഷയ്ക്കും സാഹിത്യത്തിനും അമൂല്യമായ സംഭാവനകൾ നൽകിയ അർണോസ് പാതയുടെ വേലൂരിലെ നാശോന്മുഖമായ വസതിയും ദേവാലയവും സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. അർണോസ് സ്മാരകങ്ങളുടെ സംരക്ഷണത്തിൽ സർക്കാരും പുരാവസ്തു വകുപ്പും കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ വ്യാഴാഴ്ച കേരള പുരാവസ്തു വകുപ്പ് ഓഫീസിന് മുൻപിൽ സംരക്ഷണ സമിതി പ്രതിഷേധ ധർണ നടത്തും. കോടാലി കൊരേച്ചാൽ ശ്രീ ദുർഗ കിരാത പാർവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു. തൃപ്രയാർ ശ്രീരാമക്ഷേത്രം മേൽശാന്തി അഴകത്ത് മനയ്ക്കൽ രാമൻ നമ്പൂതിരി പ്രകാശനം നിർവഹിച്ചു. അടുത്ത മാസം 10-നാണ് തൃക്കാർത്തിക മഹോത്സവം.
കേരള സംസ്ഥാന ഫെഡറേറ്റഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പും കേരള റാപ്പിഡ് ചെസ് ടീമും സെലക്ഷനും കൊടുങ്ങല്ലൂരിൽ നടക്കും. കേരള ചെസ് അസോസിയേഷൻ, മാമംഗലം ചെസ് അക്കാദമി, റോട്ടറി ക്ലബ്ബ് കൊടുങ്ങല്ലൂർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവില വർദ്ധിച്ചു. ഒരു പവന് 80 രൂപ വർദ്ധിച്ച് 57,200 രൂപയായി. ഗ്രാമിന് 10 രൂപ കൂടി 7,150 രൂപയുമായി. കരാഞ്ചിറയിൽ മാലിന്യ നിക്ഷേപം രൂക്ഷമാകുന്നു. മുനയം സ്വദേശി ഷാജിമോൻ ആലപ്പാട്ടിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ കാട്ടൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. KSB ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി C. പ്രദീപൻ ധർണ ഉദ്ഘാടനം ചെയ്തു. CPM നാട്ടിക ഏരിയ സമ്മേളനം ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ കയ്പമംഗലത്ത് നടക്കും. നാളെ നടക്കുന്ന പ്രതിനിധി സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്യും. CPM നാട്ടിക ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി മത്സ്യമേഖലാ സെമിനാർ നടത്തി. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന സെക്രട്ടറി C. ശ്യാംജി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ആലപ്പാട് മടത്തുംപടി ശ്രീ വനശാസ്ത്ര ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. വിഷ്ണു ഭാരതീയ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. വടാനപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം നടന്നു. ബാങ്ക് പ്രസിഡന്റ് വിശ്വനാഥൻ വൈക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി അകമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മണ്ഡലപൂജ മഹോത്സവത്തിന് തുടക്കമായി. മണ്ഡലപൂജ മഹോത്സവത്തിന്റെ കൊടിയേറ്റ് കരുമാത്ര വിജയ് തന്ത്രി നിർവഹിച്ചു. വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ തൃശൂർ വൈദ്യുതി ഭവനിലേക്ക് മാർച്ച് നടത്തി. അയ്യന്തോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ട് കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വ്യാഴാഴ്ച കളക്ടറേറ്റ് മാർച്ച് നടത്തും. MLA NK അക്ബർ ധർണ ഉദ്ഘാടനം ചെയ്യും. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൌൺസിൽ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ പെൻഷൻ ദിനം ആചരിച്ചു. കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് PK ശ്രീരാജ് ഉദ്ഘാടനം ചെയ്തു. ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഏങ്ങണ്ടിയൂർ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി രണ്ടാംഘട്ട പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നിഖിൽ G. കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓൾ കേരള ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കൂർക്കഞ്ചേരിയിൽ നടന്ന ടൂർണമെന്റ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം CV പാപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വെഞ്ചേഴ്സ് ലിമിറ്റഡ് ആരംഭിക്കുന്ന കേരള വിഷൻ സോളാർ ഹോംസ് പദ്ധതിയിലൂടെ വീടുകളിൽ സോളാർ സ്ഥാപിക്കുന്നതിനുള്ള ബുക്കിംഗ് കേബിൾ TV ഓപ്പറേറ്റേഴ്സിൽ നിന്നും കേരള വിഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും TCV ഡയറക്ടറുമായ PM നാസർ സ്വീകരിച്ചു. COA ചേലക്കര മേഖലാ യോഗത്തിലാണ് 12 ഓപ്പറേറ്റർമാരിൽ നിന്നും ആദ്യ ബുക്കിംഗ് സ്വീകരിച്ചത്. അടാട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ മുണ്ടൂർ KSB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. കാണിപ്പയ്യൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് 22 ലക്ഷം രൂപ തട്ടിയെടുക്കുകയും കൂടുതൽ പണം ആവശ്യപ്പെട്ട് സ്ഥാപന ഉടമയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. എരുമപ്പെട്ടി ചിറമനേങ്ങാട് സ്വദേശി ജിഷാദിനെയാണ് അറസ്റ്റ് ചെയ്തത്. മുല്ലശ്ശേരി പഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി നീർത്തട നടത്തം ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ആലി നീർത്തട നടത്തം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് തൃശൂർ താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് നടന്നു. ടൗൺഹാളിൽ നടന്ന പരാതി പരിഹാര അദാലത്ത് റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. അരിമ്പൂർ പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശോഭ ഷാജി അധ്യക്ഷത വഹിച്ചു. ടീച്ചിംഗ് എയ്ഡ് നിർമ്മാണ മത്സരത്തിൽ സംസ്ഥാന തലത്തിലെ ഗ്രേഡ് നേടിയ പാടു അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക റീന ലൂയിസിനെ സ്റ്റാഫ് കൌൺസിൽ മെമന്റോ നൽകി ആദരിച്ചു. പ്രധാന അധ്യാപിക VC ബോസ് ഉദ്ഘാടനം ചെയ്തു.
വടാനപ്പള്ളി ലയൺസ് ക്ലബ്ബ് അന്തിക്കാട് സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളോടൊപ്പം ക്രിസ്മസ് ആഘോഷിച്ചു. ലയൺസ് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺസ് സുരേഷ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ശില്പശാല നടന്നു. പ്രിൻസിപ്പൽ ഡോക്ടർ എൻ അശോകൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഉത്രാളിക്കാവ് എങ്കേക്കാട് ദേശപാനയ്ക്ക് തുടക്കമായി. താലത്തിന്റെയും പാണ്ടിമേളത്തിന്റെയും അകമ്പടിയോടെ ഭഗവതി എഴുന്നള്ളിച്ചു. നാട്ടിക ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെ മണ്ഡലപൂജ മഹോത്സവത്തിന് ലക്ഷഹോമത്തോടെ തുടക്കമായി. മഠാധിപതി അനന്തു സുരേഷ്, മുഖ്യ കാര്യദർശി ഇ കെ രാജൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. അന്യായമായി വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വൈദ്യുതി ഭവന് മുന്നിൽ ധർണ നടത്തി. സനീഷ് കുമാർ ജോസഫ് എം.എൽ.എ. ധർണ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കെ.പി.സി.സി ആഹ്വാനപ്രകാരം കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ.സി.ബി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റ് ടി.എൻ. പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നിയോജക മണ്ഡലം എം.എൽ.എയുടെ ആസ്തി വികസന പദ്ധതികളുടെയും പ്രത്യേക വികസന പദ്ധതികളെയും മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം ചവക്കാട് PWD റെസ്റ്റ് ഹൌസിൽ ചേർന്നു. N.K. അക്ബർ എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. ക്രിസ്മസിനോടനുബന്ധിച്ച് കനകമല തീർത്ഥാടന കേന്ദ്രം ഇടവകയ്ക്ക് കീഴിലെ മതബോധന വിദ്യാർത്ഥികൾക്കായി ഷോർട്ട് ഫിലിം മത്സരം സംഘടിപ്പിച്ചു. സെന്റ് അൽഫോൺസ യൂണിറ്റ് ഒരുക്കിയ കരുതുന്ന സ്നേഹം എന്ന ഷോർട്ട് ഫിലിം ഒന്നാം സ്ഥാനം നേടി. മികച്ച നടനായി അലോഷ്യസ് ജയനെയും മികച്ച നടിയായി റോസ്ന ജെയ്സനെയും തിരഞ്ഞെടുത്തു. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.